പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ സഭയെ സേവിച്ച ജപാലകനായി ഉലകം വിട്ടോറിയോസ് ഓർക്കണമേ നിൻ വാനവബലിയിൽ പുരോഹിതർക്കിവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നുടെ ബലിയിൻ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളെത്തി പാലകനന്ത്യം വാനവകേ പുണ്യഗണത്തിൻ തിരുസന്നിധിയിൽ മോദിക്കണമേ. നാദസവിധേ ഉൾപ്രാഗാരേ നാഥ കടപരിയേക കുറവുകൾ പോക്കുക മശിഹാ സൂരോ നാഥ വിമലാത്മാവാം ദേവാ പാപം പോക്കി സെലോൻ ബസ്ലോം ആഹായ് ഹാബീബ എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ ഭാവരിയാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുവീൻ. സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാപാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയായിക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. കർത്താവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രകടന ചടങ്ങാണ്. അതുപോലെ തന്നെ 2-3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഇപ്പോൾ നടക്കുകയാണ്. ഈ പിതാവിനോടുള്ളതായ ഭക്തി ആദരവുകൾ അത്രപാദങ്ങളിൽ അർപ്പിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്ന ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ സമർപ്പിക്കുന്നു. കത്തോലിക്ക സഹകാർമ്മികത്വം വഹിച്ചത് നിലയ്ക്കൽ ഭദ്രാസന അധിപനായിരിക്കുന്നതായ അഭിനന്ദ ജോഷ്യോമാർ നിക്കോദിമോസ് തിരുമേനിയും അഹമ്മദാബാദ് ഭദ്രാസന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അതുപോലെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപൻ മത്യുസ്മാർ സേവറൂസ് തിരുമേനി ഇവരോടുള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വൈദിക സെമിനാരിയുടെ പെരുന്നാൾ കൂടിയാണ്. ബഹുമാനപ്പെട്ട TJ ജോഷു അച്ഛൻ, അതുപോലെ ചാപ്പളിനായിരിക്കുന്ന യുഹാനോൻ റംബാച്ചൻ, വൈദിക ശ്രേഷ്ഠർ, ഫാക്കൽറ്റി ഇവരോടുള്ളതായ നന്ദി സ്നേഹവും അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ കടന്നു വന്നു. പ്രത്യേകമായി അച്ഛനോടും തീർത്ഥാടകരോടുള്ള നന്ദി. അച്ഛൻ അതുപോലെ KJ കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പത്യമായി നാം ഓർക്കുന്നത് 100 വർഷം തികയുന്ന ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് സാധാരണ ആളുകൾക്ക് അവരുടെ മാതൃഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കൂടുതൽ ലളിതമായ ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തി നൽകിയത്
നമ്മുടെ ബഹുമാനപ്പെട്ട കോനാട്ട് ജോൺ സെബ്രാച്ചൻ്റെ വല്യപ്പൻ കോനാട്ട് മാത്തൻ മെൽപ്പാന. അത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 1827 ശേഷം അദ്ദേഹം മരിച്ച കാലഘട്ടം അതാണ്. അതിനുശേഷം പല പതിപ്പുകളിലായിട്ട് പല അവസരങ്ങളിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ഒരു വളരെ കാലഘട്ടങ്ങളിൽ ആയിട്ട് മലങ്കര സഭയുടെ ആളുകൾക്ക് ആരാധനയിൽ നിരന്തരമായും പുതിയ ഒരു ജീവൻ തന്നെ കൊടുത്ത ഒരു ആരാധനാക്രമമാണ്. വടക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പമ്പാക്കുട നമസ്കാരത്തിലെ സാധാരണ സന്ധ്യയും പ്രഭാതവും പ്രാർത്ഥനകൾ മാത്രമല്ല, പല രഹസ്യ പ്രാർത്ഥനകളും എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ ഇത് ചൊല്ലുന്നത് കേട്ടപ്പോൾ, സാധാരണ നമസ്കാരവും ഒക്കെ നമ്മുടെ തെക്കൻ പ്രദേശങ്ങളിലേക്കുള്ളത് ചുരുക്കിയ ഒരു നമസ്കാരക്രമമാണ്. ആ നമസ്കാരക്രമം ചൊല്ലിയതിന് ശേഷം അമ്മ ഇങ്ങനെ ഈ ഗീതങ്ങൾ മെമ്രാകളും മറ്റുള്ളതൊക്കെ ചൊല്ലുന്നത് കേട്ടപ്പോൾ ആദ്യമൊക്കെ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് ഇതേതാ പുസ്തകമെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ആദ്യവും അവസാനവും താളുകളില്ലാതിരുന്നത് കൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞ് ഈ പുസ്തകം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് പാമ്പാക്കട നമസ്കാരമാണെന്ന്. അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല, കാരണം അത് പ്രാർത്ഥിച്ച് അതിൻ്റെ തലയും വാലും എല്ലാം പോയി. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈദിക സെമിനാരി വന്നപ്പോഴാണ്, ഈ പഠിക്കാൻ വന്നപ്പോഴാണ് പാമ്പാക്കട നമസ്കാരം അതിൻ്റെ താളോടുകൂടി ആദ്യം കാണുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ കെട്ടും മട്ടുമെല്ലാം കാണുവാനും ഇതിത്രമാത്രം മനുഷ്യരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം അതിൽ ഓരോ സന്ദർഭങ്ങളിലേക്കും പ്രത്യേകമായ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് മാബൂഗിലെ വിശുദ്ധ ഫീലിക്സിനോസിൻ്റെ രഹസ്യ പ്രാർത്ഥനകളും അതുപോലെ ഓരോ സമയത്തേക്കുള്ള രഹസ്യ പ്രാർത്ഥനകളുമൊക്കെ എന്നും സാധാരണക്കാർക്ക് മാത്രമല്ല ദേറാക്കാർക്ക് പ്രത്യേകിച്ചും അത് അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രേരക ശക്തിയായി നിന്നിട്ടുണ്ട്, ഇന്നും നിൽക്കുന്നു എന്നുള്ളത് ആ നമസ്കാരക്രമത്തെ വളരെ സജീവമാക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധേയമായിരിക്കുന്നു ഒന്നാണ്. അനേകരും ഇതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുവാൻ, അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും വിശദീകരണങ്ങൾ നൽകുവാൻ മറ്റുള്ളവരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ആത്മീയമായ ചൈതന്യം സഭാമക്കളിൽ നിലനിർത്തുന്നതിന് വളരെ അടിസ്ഥാനപരമായി ശക്തി നൽകിയ, പ്രചോദനം നൽകിയ ഒരു നമസ്കാരക്രമത്തിൻ്റെ വാർഷികമാണ് നാം ആചരിക്കുന്നത് എന്നുള്ളത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അതിന് ശുഭോദർക്കമായിരിക്കുന്ന ഒരു വലിയ ഭാവി പ്രവർത്തനത്തിനും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അതിനെ കുറെ കൂടെ മുടി പിടിപ്പിക്കുന്നതിനുമെല്ലാം പുതിയതായിരിക്കുന്ന പ്രാർത്ഥനകളും പുതിയ രീതികളുമെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നതിനുമൊക്കെ സാധിക്കും. അതിനുള്ളതായ എല്ലാ ഭാവി കാര്യങ്ങളും അതിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഉദ്ഘാടന പ്രസംഗത്തിനും ഉദ്ഘാടനത്തിനുമായിട്ട് പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനിയെ ക്ഷണിക്കുന്നു. അഭിനന്ദരായ പിതാക്കന്മാരെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, നമുക്ക് ലഭിക്കുമ്പോഴാണ് ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ആ 7 നേരത്തെ പ്രാർത്ഥന
കൃത്യമായി നടത്താൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആരാധനാ സാഹിത്യം പലപ്പോഴും ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതിൻ്റെ ആശയങ്ങൾ ലളിതമാണെങ്കിലും അതിൻ്റെ ഭാഷ വളഞ്ഞു തിരിഞ്ഞ് പെട്ടെന്ന് മനുഷ്യനെ ഗ്രഹിപ്പാൻ എളുപ്പമുള്ളതല്ല. എന്നാൽ ഈ പാമ്പാക്കോട നമസ്കാരം വളരെ ലളിതമാണ്. അത് നമുക്ക് എന്നും ഒരു പ്രചോദനമാണ്. സാധാരണക്കാരെ സഭയും ബന്ധിക്കപ്പെട്ട് ദൈവത്തോട് ചേർത്ത് നിർത്താൻ തക്കവണ്ണം ഈ നമസ്കാരം വളരെ വളരെ പ്രയോജനകരമാണ്. അത് അന്ന് കോനാട്ട് കുടുംബത്തിലെ ആ മാത്തൻ മൽപ്പാൻ വളരെ ദീർഘവീക്ഷണത്തോടെ കണ്ട് അത് അങ്ങനെ പ്രാർത്ഥനകൾ കമ്പൈൽ ചെയ്ത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനിയുടെ അനുമതിയോടെ അത് പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഗുളിക രൂപത്തിലുള്ള പ്രാർത്ഥന അതിൽ ധാരാളമുണ്ട്. അത് നിരന്തരം ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളും നമ്മുടെ സഭയിലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാക്രമം ജനഹൃദയത്തിൽ സ്വാധീനിക്കപ്പെട്ട് പച്ച പിടിച്ച് നിൽക്കുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരുടെ ആത്മീയ ജീവിതത്തിന് അത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സമയത്ത് അതിനെ 100 വർഷം പൂർത്തീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സമയത്ത് അതിൻ്റെ ശതാബ്ദി ആഘോഷം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മുഖ്യ പ്രഭാഷണത്തിനായിട്ട് വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസൺ എബ്രഹാം അച്ഛനെ ക്ഷണിക്കുന്നു. ജോഷ് വാച്ചൻ, ബഹുമാന്യരായ റമ്പാച്ചന്മാരെ, വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, പാമ്പാക്കുട നമസ്കാരം എന്നറിയപ്പെടുന്ന പുസ്തകത്തിന് ഞങ്ങളുടെ നാട്ടിൽ ആ പേരില്ല. ഞങ്ങൾ സാധാരണ വെറും നമസ്കാര പുസ്തകം, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ നമസ്കാര പുസ്തകം എന്ന് പറയാറുണ്ട്. സെമിനാരിയിൽ വന്നപ്പോഴാണ് പാമ്പാക്കുട നമസ്കാരം എന്നുള്ള പേര് ആദ്യമായി കേൾക്കാനിടയായത്. അതിനുശേഷം പിന്നെ അത് പിൽക്കാലത്ത് അതിൻ്റെ ഒരു പേര് പോലെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത്. ഏതായിരുന്നാലും 100 വർഷത്തോളം തിരസ്കരിക്കപ്പെടാതെ മലങ്കര സഭയുടെ ആരാധനാക്രമങ്ങളിൽ ഒന്നായിട്ട് അത് നിലനിന്നു എന്നുള്ളത് സഭ മുഴുവനും, സഭാ നേതൃത്വവുമെല്ലാം ആ പുസ്തകത്തിനും അത് തയ്യാറാക്കിയ ആൾക്കും നൽകിയ വലിയ ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സഭയുടെ സമുന്നതമായ ഈ ചടങ്ങിൽ വെച്ച് അതിൻ്റെ 100 വർഷം തികയുന്നതിനെ സംബന്ധിച്ച ഒരു അനുസ്മരണം ക്രമീകരിക്കുവാനായിട്ട് അനുമതി തന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോടും അതിന് നേതൃത്വം നൽകിയ സെമിനാരി പ്രിൻസിപ്പൽ അച്ഛനോടും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പഴയ സെമിനാരി മാനേജർ കുര്യാക്കോസ് അച്ഛനോടും